4-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിലെ ജ്ഞാന കർമ്മ സന്യാസയോഗം എന്ന വിവരണം ശ്രീകൃഷ്ണൻ നൽകുന്നു. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യയം. വളരെ പണ്ട് അവ്യയമായ കാലത്ത്, അതിപുരാതന കാലത്ത് അഹം പ്രോക്തവാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമം, ഈ അറിവുകൾ മുഴുവനും വിവസ്വതേ യോഗം, വൈവസ്വതന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ സാഖ്യയോഗവും കർമ്മയോഗവും. വിവസ്വാൻ മനവേ പ്രാഹ, വൈവസ്വതനാകട്ടെ മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകവേ അബ്രവീത്, മനു ഇക്ഷ്വാകു എന്ന മഹാരാജാവിന് ഈ വിവരണങ്ങൾ പറഞ്ഞു കൊടുത്തു. ഏവം പരമ്പരാപ്രാപ്തം, പരമ്പരയായിട്ട് തലമുറകളായിട്ട് ഈ അറിവ് നിലനിന്നിരുന്നു. ഇമം രാജർഷയോ വിദുഹു, പരമ്പരയായി ലഭിച്ച ഈ അറിവ് എല്ലാ രാജർഷികളുടെയും വശത്തിലുണ്ടായിരുന്നു. അവർക്കിതിനെക്കുറിച്ച് അറിയാമായിരുന്നു. സ കാലേ നേഹ മഹതാ, മഹത്തായ കാലത്തിന്റെ സ്വാധീനം കൊണ്ട് ഇഹ, ഈ സമയത്ത് യോഗോ നഷ്ട പരന്തപ, ഈ അറിവ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഹേ അർജുന, അത് നീ മനസ്സിലാക്കണം. സ ഏവ അയം മയാ തേ അദ്യ യോഗ പ്രോക്ത പുരാതനഃ. സ ഏവ, ആ അറിവ് തന്നെയാണ്. അയം മയാ തേ അദ്യ, എന്നാൽ ഇന്ന് നിനക്ക് യോഗ പ്രോക്ത പുരാതനഃ, ഈ അറിവ് നിനക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് പുതിയ അറിവൊന്നുമല്ല. ഈ നാട്ടില് പണ്ട് മുതൽക്ക് തന്നെ, പുരാതന കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നതാണ്. ഭക്തോ അസി, നീ എന്റെ ഭക്തനാണ്. മേ സഖ, എന്റെ കൂട്ടുകാരനുമാണ്. ച ഇതി, എന്നറിഞ്ഞിട്ട് രഹസ്യം ഹേത് ഉത്തമം, ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഞാൻ നിനക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് പുതിയ അറിവൊന്നും ആണെന്ന് ധരിക്കണ്ട. 5140 വർഷങ്ങൾക്ക് മുൻപ് നിനക്ക് പറഞ്ഞു തന്ന ഈ അറിവ് അതിനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അർജുന ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാലക്രമത്തിൽ നഷ്ടപ്പെട്ടു പോയത് മാത്രമാണ് എന്ന് നീ മനസ്സിലാക്കുക. അത് ഞാൻ നിന്നോട് പറയാൻ കാരണം, നീ എൻ്റെ കൂട്ടുകാരനാണ്, സുഹൃത്താണ്, എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. ഈ നോളജ് മനസ്സിലാക്കാൻ പാകത്തിനുള്ള കപ്പാസിറ്റിയും നിനക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിന്നോട് ഞാനിത് പറയുന്നത്. അർജുനൻ ചോദിക്കുന്നു, അപരം ഭവതോ ജന്മ, പരം ജന്മ വിവസ്വതഃ കഥം ഏതത് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ പരം ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ വിവസ്വതൻ ഇത് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. കഥം ഏതത് വിജാനീയം, കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചെല്ലാം ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ അറിയുക? നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിലും അതിൻ്റെ മുമ്പിലും വളരെ വളരെ പഴയ കാലത്ത് മനുവിനും വിവസ്വതനുമെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ പ്രോക്തവാനിധി, ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതായത് ശ്രീകൃഷ്ണനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെച്ച് അർജുനൻ തുറന്നു പറയാൻ പാകത്തിന് സ്വാതന്ത്ര്യം സനാതന ധർമാനുശാസകർക്കുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇത്, ഈ അർജുനന്റെ ഇത്തരത്തിലുള്ള ചോദ്യം. അതിന് മറുപടിയായിട്ട് ശ്രീകൃഷ്ണൻ ഉത്തരം കൊടുക്കുന്നത് ഇപ്രകാരമാണ്. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവചാർജുന. ഹേ അർജുന, ബഹൂനി മേ വ്യതീതാനി, എൻ്റെ അനേകം ജന്മാനി വ്യതീതങ്ങളാണ്, കഴിഞ്ഞു പോയിട്ടുണ്ട്. താന്യഹം വേദസർവാണി, അത് മുഴുവനും ഞാൻ അറിയുന്നുണ്ട്. നിന്റെയും പല ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നത്വം വേദ്ധപരന്തപ, നിന്റെ കഴിഞ്ഞുപോയ ജന്മങ്ങളെക്കുറിച്ച് നീ അറിയുന്നില്ല, അതുകൊണ്ട് നീ മനുഷ്യനാണ്. എൻ്റെ കഴിഞ്ഞുപോയ എല്ലാ ജന്മങ്ങളെക്കുറിച്ചും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവതാരമാണ്. എത്ര കൃത്യമായിട്ടാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഞാൻ പഴയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ ജന്മങ്ങളിലും നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഓർമ്മിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവതാരം. നീ ഇതൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നീ മനുഷ്യനായിട്ട് ജീവിക്കുന്നത്. അജോ അപി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. അജോ അപി സന്യവ്യയാത്മാ, എൻ്റെ ആത്മാവ് അവ്യയമാണ്, ഇത്ര പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്തതാണ്, ജനനമരണങ്ങൾക്കതീതമാണ്. ഭൂതാനാം ഈശ്വരോപിസൻ, ഞാൻ സർവചരാചരങ്ങളുടെയും ഈശ്വര രൂപത്തിന്റെ ഒരംശത്തിൽ അവതാരമായി ഇവിടെ എടുത്തിരിക്കുന്നതാണ്. പ്രകൃതി സ്വാം അധിഷ്ഠായ, പ്രകൃതിയിൽ അധിഷ്ഠാനമായിട്ടിരിക്കുന്നവനാണ് ഞാൻ. സംഭവാമി, യഥാർത്ഥത്തിൽ ആവശ്യം വരുന്ന സമയത്ത് ആത്മമായയ, ആത്മത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ആത്മചൈതന്യത്തെ മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ വരികയാണ് ചെയ്യുന്നത്.
യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ അവതാരമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെയാണ്. ഒരിക്കലും ഞാൻ ജനിക്കുന്നില്ല, ഒരിക്കലും ഞാൻ മരിക്കുന്നില്ല. സർവചരാചരങ്ങളുടെയും ഈശ്വരനായ ഞാൻ എൻ്റെ മായ കൊണ്ട്, ഈശ്വരന്റെ തന്നെ കവറുകൊണ്ട് മൂടി ആവശ്യമുള്ള സമയത്ത് എപ്പോഴെല്ലാമാണോ പ്രകൃതിയില്, ഭൂമിയില്, പ്രപഞ്ചത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ സമയത്ത് ഐ വിൽ കം. ശ്രീകൃഷ്ണൻ ഇംഗ്ലീഷിലല്ലാട്ടോ പറഞ്ഞത്, ആ സമയത്ത് ശ്രീകൃഷ്ണൻ വരും എന്ന് ഉറപ്പിച്ച് അർജുനനോട് പറയുകയാണ്. ആധികാരികമായിട്ട് ഒരു ഡയറക്ടറുടെ, ഒരു ലീഡറുടെ, ഒരു കൺട്രോളറുടെ ആധികാരിക ശബ്ദത്തിലൂടെയാണ് ശ്രീകൃഷ്ണൻ ഈ വരി ഇവിടെ പറഞ്ഞത്. അർജുനനോട് ആവശ്യമുള്ളപ്പോൾ ഞാൻ വരും, സർവ്വതിൻ്റെയും ഈശ്വരനായ ഞാൻ ഇവിടെ എത്താൻ എനിക്ക് വളരെ എളുപ്പത്തിൽ മാനിപ്പുലേഷനും മാനിഫെസ്റ്റേഷനും സാധിക്കും. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ രണ്ട് കയ്യും കൂപ്പി നമുക്കൊന്ന് തൊഴുത് ഒരു മിനിറ്റ് ഈശ്വര എന്ന് വിളിക്കാം. അനേക ജന്മങ്ങളെടുത്ത് താൻ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുവാൻ വേണ്ടി അതാത് കാലത്ത് ഭൂമിയിൽ അവതരിക്കുമെന്ന് വിവരിച്ച ശ്രീകൃഷ്ണൻ പൂർവജന്മത്തിൽ നടന്നതെല്ലാം ഓർമ്മിക്കുവാനും അത് വിവരിക്കുവാനും സാധിക്കുന്ന ഒരു പ്രകൃതിയിലെ പ്രപഞ്ച പ്രതിഭാസമാണ് താൻ എന്ന് വിവരിക്കുന്നത് ഇവിടെ വെച്ചാണ്. വീണ്ടും ശ്രീകൃഷ്ണൻ വിവരണം തുടരുകയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത. ഹേ ഭാരത, ഹേ അർജുന, ധർമ്മസ്യ ഗ്ലാനിർ യഥാ യഥാ ഹി ഭവതി. എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി, കോട്ടം സംഭവിക്കുന്നത്, എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നത്, അപ്പോഴെല്ലാം അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം എപ്പോഴെല്ലാമാണോ ഉയരുന്നത്, അധർമ്മം എപ്പോഴെല്ലാമാണോ കൊടികുത്തി വാഴുന്നത്, തദാത്മാനം സൃജാമ്യഹം, ആ സമയത്തെല്ലാം ഞാൻ ഇവിടെ വരുന്നതായിരിക്കും. ഞാൻ മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഈ പ്രകൃതിയിൽ വരുന്നതായിരിക്കും. അധർമ്മത്തിന് കുടികുത്തി വാഴുവാനുള്ള അവസരം ഞാൻ നൽകുകയില്ല. യഥാർത്ഥത്തിൽ കെമിസ്ട്രിയിലുള്ള ലീ ഷാറ്റലിയർ പ്രിൻസിപ്പിളാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിച്ചത്. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്ട്രക്റ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, the system will adjust itself in such a way that equilibrium is maintained. ആ രീതിയിലാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരേണ്ട കാര്യമേ ഇല്ല. സജ്ജനങ്ങളെ പരിത്രാണായ രക്ഷിക്കുവാനും ദുഷ്കൃതങ്ങൾ ചെയ്യുന്നവരെ, ദുഷ്കൃതന്മാരെ വിനാശായ നശിപ്പിക്കുന്നതിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം പുനഃസ്ഥാപിക്കുവാനും സംഭവാമി യുഗേ യുഗേ, അഹം സംഭവാമി, ഞാൻ തന്നെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ സംഭവിപ്പിക്കും. അതെല്ലാ യുഗത്തിലും സംഭവിപ്പിക്കും. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് പ്രകൃതിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് ഹേ അർജുന നീ മനസ്സിലാക്കിയാലും എന്ന് കൃഷ്ണൻ വിവരിക്കുന്നു. ജന്മ കർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. എന്റെ ജന്മം അതുപോലെ എന്റെ കർമ്മം ച ദിവ്യം, അത് ദൈവീകമാണ്. ഏവം യോ വേത്തി തത്വതഃ, ഈ തത്വം ആരാണോ അറിയുന്നത്, ത്യക്ത്വാ ദേഹം പുനർജന്മ ന ഏതി മാമേതി സോ അർജുന. ഹേ അർജുന, അവൻ ഒരിക്കൽ എന്റെ ജന്മരഹസ്യത്തെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ, ദേഹം ത്യക്ത്വ, ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ, ദേഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, പുനർജന്മ, വീണ്ടും ഒരു ജന്മം, ന ഇതി, ഇല്ല തന്നെ, അദ്ദേഹത്തിന് മറ്റൊരു ജന്മമില്ല. എന്റെ തത്വത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിക്ക്, എന്നെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിക്ക് ലാസ്റ്റ് അറിവാണത്, അറിവിന്റെ പരമകാഷ്ഠയാണത്. വീണ്ടും ഒരു അറിവ് അദ്ദേഹത്തിന് ആവശ്യമില്ല. പുനർജന്മമില്ലാത്ത പരമമായ അവസ്ഥയിലെ അദ്ദേഹം എത്തിച്ചേരും. വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാശ്രിതാഹ. മന്മയ, എന്നിൽ തന്നെ പൂർണ്ണമായ കാര്യങ്ങളും അർപ്പിച്ച്, മാം ഉപാശ്രിതാഹ, എന്നെ തന്നെ ഉപാസിച്ച്, വീതരാഗ ഭയക്രോധ, ഭയവും ക്രോധവും അതുപോലെ അറ്റാച്ച്മെന്റും ഉപേക്ഷിച്ചവനായിട്ട്,
ആരാണോ വർത്തിക്കുന്നത് ബഹവോ ജ്ഞാനതപസ പൂതാ മദ്ഭാവമാഗതാഹ, അനവധി കാലത്തെ ജ്ഞാനതപസ്സുകൊണ്ട് അദ്ദേഹം ഏതവസ്ഥയിലാണോ എത്തുന്നത്, അനേക കാലത്തെ തപസ്സുകൊണ്ട് എത്തുന്ന അതേ അവസ്ഥയിലേക്ക് പൂതാ മദ്ഭാവഭാവിതാഹ, മംഗളകരമായ എന്റെ ഭാവത്തിലേക്ക് തന്നെ ആ വ്യക്തി എത്തിച്ചേരുന്നു. ഏതു വ്യക്തി? എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവൻ. ഏതവസ്ഥയിലേക്ക്? അനേക ജന്മത്തെ തപസ്സുകൊണ്ട്, ജ്ഞാനതപസ്സുകൊണ്ട് എത്തുന്ന വ്യക്തി എവിടെയാണോ എത്തുന്നത് അതേ ബിന്ദുവിലേക്ക് എന്നെക്കുറിച്ച് അറിയാവുന്ന വ്യക്തിയും എത്തിച്ചേരും. യേ യഥാ മാം പ്രപദ്യന്തി തംസ്തഥൈവ ഭജാമി അഹം, ആര് ഏതു പന്ഥാവിലൂടെയാണോ താംസ്തഥൈവ ഭജാമ്യഹം, ഏതു പന്ഥാവിലൂടെയാണോ എന്നെ ഭജിക്കുന്നത് തദൈവ, അതേ പന്ഥാവിൽ തന്നെ യേ യഥാ മാം പ്രപദ്യന്തി, ഏത് രീതിയിലാണോ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ അവർ പ്രാപിക്കും. എന്നെ മറ്റു ദിവ്യരൂപത്തിൽ കണ്ട് ഉപാസിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ വന്നു ചേരും. എന്നെ ശ്രീകൃഷ്ണനായി കണ്ട് ഉപാസിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ വന്നു ചേരും. മമ വർത്തമാ അനുവർത്തന്തി മനുഷ്യാഹ പാർത്ഥ സർവശഃ, മമ വർത്തമാ അനുവർത്തന്തെ, എന്റെ പന്ഥാവ് തന്നെ അനുവർത്തിക്കുന്നു. മനുഷ്യാഹ, മനുഷ്യന്മാര്, ഹേ പാർത്ഥ സർവശഃ, എല്ലാ പ്രകാരത്തിലും മനുഷ്യര് എന്റെ പന്ഥാവ് തന്നെയാണ് അനുവർത്തിക്കുന്നത്. കാക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഹ, സിദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കാക്ഷിച്ചുകൊണ്ട് ആരാണോ കർമ്മങ്ങൾ ചെയ്ത് യജന്ത എന്നെ ഭജിക്കുന്നത്, ഇഹ ഇവിടെ, ദേവതാഹ മറ്റു ദേവതമാരെ, ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർ ഭവതി കർമ്മജ, അവർക്കും ഏത് ദേവതയുടെ രൂപത്തിൽ അവരുടെ കർമ്മഫലങ്ങൾ കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പോലും ക്ഷിപ്രം ഹി മാനുഷേ ലോകേ, മനുഷ്യലോകത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സിദ്ധിർ ഭവതി കർമ്മജ, ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് സിദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യുന്നു, സിദ്ധി ഉണ്ടാകുന്നു. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഗുണകർമ്മ വിഭാഗശഃ, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, 4 ക്ലാസ് ഞാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തസ്യ കർത്താരമപി മാം, ആ ക്ലാസിഫിക്കേഷന്റെ കർത്താവും ഞാൻ തന്നെയാണ്. വിദ്യകർത്താരമവ്യയം, അതേ സമയത്ത് ഞാൻ എല്ലാ കർമ്മങ്ങൾക്കും അതീതനാണെന്ന് കൂടി നീ മനസ്സിലാക്കണം. ഇവിടെ ചാതുർവർണ്ണ്യം എന്ന വരി കൊണ്ട് 4 ജാതികൾ ഉണ്ടാക്കി എന്ന അർത്ഥമില്ല. വ്യത്യസ്ത രീതിയിലുള്ള കർമ്മം അനുശാസിക്കുന്ന ജനങ്ങളെ അതാത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം വേദവ്യാസൻ തന്നെ പറയുന്നുണ്ട് വ്യാസസ്മൃതിയില്, ഉത്തമം ച അധമം ച ഏതത് കർമ്മ ന വിദ്യതേ, ഉത്തമം എന്ന് പറയുന്ന പ്രവൃത്തിയും അധമം എന്ന് പ്രവൃത്തിയും 2 തരത്തിലുള്ള പ്രവൃത്തികളേ ഇല്ല. എല്ലാ പ്രവൃത്തികളും ഉത്തമം തന്നെയാണ്. പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ശ്രീകൃഷ്ണൻ വിവരിച്ചത്. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ, നമാം എന്നെ കർമ്മത്തില് കർമാണി ലിംബന്തി, ഡിസോൾവ് ചെയ്യിക്കാൻ സാധ്യല്ല. ഞാൻ കർമ്മത്തിൽ ഡിസോൾവ്ഡ് അല്ല. നമേ കർമ്മഫലേ സ്പൃഹ, എന്നെ കർമ്മഫലം ബാധിക്കുന്നുമില്ല, സ്പർശിക്കുന്നുമില്ല. ഇതിമാം യോ അഭിജാനാതി, ഈ രീതിയിൽ ആരാണോ മാം എന്നെ, യോ ആരാണോ അഭിജാനാതി അറിയുന്നത്, ആ വ്യക്തി കർമ്മഭിർന്ന സബദ്ധ്യതേ, കർമ്മത്തിൽ ഒരു തരത്തിലും ബന്ധനപ്പെടുന്നില്ല, കർമ്മത്തിൽ അറ്റാച്ച്ഡ് ആകുന്നില്ല, കർമ്മത്തില് ഡിറ്റാച്ച്ഡ് ആയി തന്നെ അദ്ദേഹം വസിക്കുന്നു. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭിമുമുക്ഷുഭിഹി, ഇപ്രകാരം തന്നെയാണ് പൂർവൈരഭിമുമുക്ഷുഭിഹി, പണ്ട് ജീവിച്ചിരുന്ന മുനിവര്യന്മാര്, മോക്ഷം ആഗ്രഹിച്ചിരുന്നവര് പോലും ഏവം ജ്ഞാത്വാ കർമ്മ കൃതം, ഇതറിഞ്ഞുകൊണ്ടാണ് അവർ കർമ്മം ചെയ്തത്. അതായത് പൂർവികരായ ഋഷിവര്യന്മാര് കർമ്മ ബന്ധത്തോടുകൂടി അല്ല കർമ്മം ചെയ്തത്, കർമ്മഫലത്തിന് വേണ്ടി അല്ല അവർ കർമ്മം ചെയ്തത്. കർമ്മം യജ്ഞരൂപത്തിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അതവർ ചെയ്തുകൊണ്ടേയിരുന്നു.
കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈഹി പൂർവതരം കൃതം. പൂർവീകന്മാരെക്കാൾ പൂർവീകന്മാര് ചെയ്തതുപോലെ, പൂർവൈഹി പൂർവതരം കൃതം, പൂർവീകന്മാരെക്കാൾ പൂർവീകന്മാര് ചെയ്തതുപോലെ, കുരു കർമ്മ ഏവ, നീയും അതേപോലെയുള്ള കർമ്മം ചെയ്താലും. എന്തുകൊണ്ട്? പൂർവീകന്മാര് ചെയ്തതുകൊണ്ട്. തസ്മാത് ത്വം, നീയും അതുമാതിരി ചെയ്യാ. കുരു കർമ്മൈവ കർമ്മം. പൂർവൈ ഡിറ്റാച്ച്ഡ് ആയിട്ട് പൂർവീകന്മാര് ചെയ്തതുപോലെ കർമ്മം ചെയ്യാൻ ഞാൻ നിന്നോട് ഉപദേശിച്ചപ്പോൾ നിനക്കൊരു പക്ഷേ ഒരല്പം കൺഫ്യൂഷൻ തോന്നിയേക്കാം. ആ കൺഫ്യൂഷൻ നിനക്ക് മാത്രമല്ല, സർവർക്കുമുണ്ട്. കിം കർമ്മ കിം അകർമ്മേതി കവയോ അപി അത്ര മോഹിതാഹ. കർമ്മം എന്താണ്, അകർമ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കവയോ അപി, കവികൾ പോലും, മന്ത്രമറിയാവുന്ന മന്ത്രകർത്താക്കൾ പോലും അത്ര മോഹിതാഹ, ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. തത്തേ കർമ്മ പ്രവക്ഷ്യാമി, അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് ഞാനിപ്പോ ഇവിടെ പറയാം. യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്, ഏതിന്റെ ജ്ഞാനം കൊണ്ടാണോ, കർമ്മം എന്ന വസ്തുതയുടെ ജ്ഞാനം കൊണ്ട് മോക്ഷ്യസേ അശുഭാത്, അശുഭകരമായ എല്ലാ വികാര വിചാരങ്ങളിൽ നിന്നും നീ മോചനം നേടും. അതുകൊണ്ട് കർമ്മം എന്താണ് എന്ന് ഒന്നുകൂടി കേൾക്കുക. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ. കർമ്മം എന്താണെന്ന് നീ അറിയണം. ബോദ്ധവ്യം ച വികർമ്മണഃ, വികർമ്മം എന്താണെന്ന് നീ അറിയണം. അകർമ്മണശ്ച ബോദ്ധവ്യം, അകർമ്മം എന്താണെന്നും നീ അറിയണം. ഗഹന കർമ്മണോ ഗതിഹി, ഗഹനമായിട്ട് അറിയേണ്ടത് കർമ്മത്തിന്റെ ഗതി എന്താണെന്നാണ്. ഈ 4 കാര്യങ്ങൾ നീ അറിയണം. കർമ്മം അറിയണം, വികർമ്മം അറിയണം, അകർമ്മം അറിയണം, കർമ്മത്തിന്റെ ഗതി എന്താണെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങള് ഹേ അർജുന നീ അറിയുമ്പോഴാണ് കർമ്മജ്ഞാനം നിനക്കുണ്ടാവുന്നത്. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ. കർമ്മത്തില് അകർമ്മത്തെ ആരാണോ കാണുന്നത്, അതുപോലെ അകർമ്മത്തില് കർമ്മത്തെ ആരാണോ കാണുന്നത്, സബുദ്ധിമാൻ മനുഷ്യേഷു, മനുഷ്യരില് അദ്ദേഹമാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. സ യുക്ത കൃത്സ്ന കർമ്മകൃത്, അദ്ദേഹമാണ് യഥാർത്ഥത്തില് കൃത്സ്ന കർമ്മകൃത്, കർമ്മയോഗി എന്ന് നാം പറയുന്നത്. യഥാർത്ഥത്തിൽ പെർഫോമർ ഓഫ് ഓൾ ആക്ഷൻ, എല്ലാ കർമ്മവും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നറിയാം. കർമ്മത്തില് അകർമ്മത്തെ എങ്ങനെയാ കാണാ? യഥാർത്ഥത്തിൽ വളരെ കാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, കർമ്മനിരതനായ വ്യക്തിയില് ജീവാത്മാവ് എന്ന ചൈതന്യം ശാന്തമായി ഒരു കർമ്മവും ചെയ്യാത്തതുപോലെ ഇരിക്കുന്നു. അതൊരു ജ്ഞാനിക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കർമ്മം ഒന്നും ചെയ്യാതെ ശാന്തമായി ഉറങ്ങുന്ന വ്യക്തി, അദ്ദേഹം അകർമ്മത്തിലാണ്. അകർമ്മ അവസ്ഥയിൽ അദ്ദേഹത്തിനെ സൂക്ഷിച്ചു നോക്കിയാൽ ശ്വസിക്കുന്നുണ്ട്, ഹൃദയമിടിക്കുന്നുണ്ട്, ഭക്ഷണം ദഹിക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷനുണ്ട്, ഇത് മുഴുവനും നടക്കുന്നുണ്ട്. അകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അതായത് കർമ്മത്തിൽ നിന്ന് മുക്തനായി ശാന്തമായി ഉറങ്ങുന്ന വ്യക്തിയെ നോക്കിയാലും ശരീരം നിരന്തരമായിട്ട് കർമ്മത്തിന് അധീനമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ കർമ്മത്തില് അകർമ്മത്തെയും അകർമ്മത്തില് കർമ്മത്തെയും കാണുവാൻ സാധിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗി. ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലും താൻ പ്രവർത്തിക്കുന്നു എന്ന തോന്നലില്ലാതെ ഇരിക്കുക, താൻ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന അവസരത്തിലും നിരന്തരമായ ഒരു യജ്ഞം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നലുണ്ടാവുക. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ലെങ്കിൽ കൂടി ആ തോന്നലും അറിവും എപ്പോഴാണോ നമുക്ക് ഉണ്ടാകുന്നത് ആ സമയത്താണ് യഥാർത്ഥത്തിൽ കർമ്മത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകുന്നത് എന്നാണ് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കല്പവർജിതാഃ, കാമസങ്കല്പം ആഗ്രഹത്തിന്റെ സങ്കല്പം പോലും ഉപേക്ഷിച്ചവനായിട്ട് വർജിതനായിട്ട്, യസ്യ സർവേ സമാരംഭ, ആരാണോ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങള് ജ്ഞാനാഗ്നിദഗ്ധ കർമാണം, ജ്ഞാനത്തിന്റെ അഗ്നി കൊണ്ട് പരിശുദ്ധീകരിക്കപ്പെട്ട കർമ്മങ്ങൾ, തമാഹു പണ്ഡിത ബുധാഹ, ഏറ്റവും പണ്ഡിതന്മാരായ ബുദ്ധിമാന്മാര് പറയുന്നു അതാണ് യഥാർത്ഥത്തിൽ കർമ്മമെന്ന്, അല്ലെങ്കിൽ കർമ്മയജ്ഞമെന്ന്. അതായത് ഒരാഗ്രഹവുമില്ലാതെ ഏത് കർമ്മമാണോ ആരംഭിക്കുന്നത് ആ കർമ്മം ഒരു യജ്ഞത്തെ പോലെ ചെയ്യുകയാണെങ്കിൽ യജ്ഞാഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട കർമ്മമായി അത് അവശേഷിക്കും, അത് അവസാനിക്കും എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ,
നിത്യമായ തൃപ്തിയോടുകൂടി നിരാശ്രയനായിട്ട് അറ്റാച്ച്ഡ് അല്ലാതെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ്ഡ് അല്ലാതെ കർമ്മഫല ആസംഗം കർമ്മഫലത്തില് സംഗത്വം അറ്റാച്ച്മെന്റ് ഇല്ലാതെ എല്ലാവിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യക്വ ഉപേക്ഷിച്ചിട്ട് കർമ്മണ്യഭി പ്രവൃത്തോ അപി കർമ്മത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്നവനാണെങ്കിൽ പോലും ന ഏവ കിഞ്ചിൽ കരോതി സഹ അദ്ദേഹം ഒന്നും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല, ഫീൽ ചെയ്യുകയുമില്ല. ആ അവസ്ഥയിൽ പോലും അദ്ദേഹം ഒന്നും ചെയ്യാത്തവനെ പോലെ അകർമ്മകൃത്തിനെ പോലെ കർമ്മം ചെയ്യാത്തവനെ പോലെ വർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ അവസ്ഥയെയാണ് അകർമ്മം എന്ന് പറയുന്നത്. നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. നിരാശീർ യഥചിത്താത്മാ ആശ വെടിഞ്ഞവനായിട്ട് ചിത്തത്തെ ശുദ്ധീകരിച്ചവനായിട്ട് ത്യക്ത സർവപരിഗ്രഹ തനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളത് സർവ്വതിനെയും ത്യജിച്ചവനായിട്ട് ശരീരം കേവലം കർമ്മ ശരീരം കേവലമായ കർമ്മത്തിന് അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി കുർവൻ ആരാണോ പ്രവർത്തിക്കുന്നത് അവൻ ന ആപ്നോതി കിൽബിഷം അവൻ ഒരിക്കലും പാപത്തെ കിൽബിഷം പാപം ആപ്നോതി പ്രാപിക്കുന്നു ന ആപ്നോതി പ്രാപിക്കുന്നില്ല കിൽബിഷം പാപത്തെ. അതായത് ശരീരം കൊണ്ട് കേവലം കർമ്മം ചെയ്യേണ്ടതാണ് എന്ന് വ്യക്തമായ ബോധത്തോടുകൂടി മറ്റെല്ലാം പരിത്യജിച്ച് കർമ്മം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാപ വിമുക്തനാണ്, പാപബന്ധിതനല്ല. യദൃച്ഛാൽ ലാഭസന്തുഷ്ടോ ഏതാണോ അദ്ദേഹത്തിന് പ്രവൃത്തിയെടുക്കുന്ന സമയത്ത് ലഭിക്കുന്നത് അതിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. ദ്വന്ദ്വാതീതോ ഇരട്ടകളെ മുഴുവനും അതീതനായി വർത്തിക്കുന്ന അവസ്ഥ. എന്താ ഇരട്ടകള്? ശീതം ഉഷ്ണം, സുഖം ദുഃഖം, ലാഭം നഷ്ടം, ഇഷ്ടം അനിഷ്ടം, ഇങ്ങനെയുള്ളതാണ് ഇരട്ടകള്. ദ്വന്ദ്വം എന്ന് പറയുന്ന ഇതെല്ലാമാണ്. ഈ ഇരട്ടകളിൽ നിന്ന് മോചനം പ്രാപിച്ചവൻ വിമത്സരഹ മാത്സര്യ ബുദ്ധി കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി എന്ന് പറയുന്നതേയില്ല. ആവശ്യമില്ലാത്ത മാത്സര്യ ബുദ്ധി മുഴുവനും ഉപേക്ഷിച്ചവനായിട്ട് ആരാണോ വർത്തിക്കുന്നത് സമഹ സിദ്ധാവസിദ്ധൗ ലഭിച്ച സിദ്ധിയും അസിദ്ധൗ ലഭിക്കാത്തതിനെ കുറിച്ചും സമഹ തുല്യമായ രീതിയിൽ കാണുന്നവന് ചകൃത്വാപി ന നിബധ്യതേ അദ്ദേഹം എന്തു ചെയ്താലും ഏത് പ്രവൃത്തി ചെയ്താലും ന കൃത്വാപി ഏത് പ്രവൃത്തി ചെയ്താലും ന നിബധ്യതേ ആ പ്രവൃത്തിയോട് ബന്ധനം അദ്ദേഹത്തിനുണ്ടാകുന്നില്ല. അതുകൊണ്ട് ലാഭമോ നഷ്ടമോ സുഖമോ ദുഃഖമോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ ഗതസംഗസ്യ മുക്തസ്യ അറ്റാച്ച്മെന്റിൽ നിന്ന് പൂർണ്ണമായും മോചിതനായവൻ ജ്ഞാനാവസ്ഥിതചേതസഃ ജ്ഞാനത്തിന്റെ നിറകുടമായ അവസ്ഥയിൽ മനസ്സിനെ സൂക്ഷിക്കുന്നവൻ ആരാണോ യജ്ഞയാചരത കർമ്മ യജ്ഞരൂപത്തിലെ കർമ്മത്തെ ആചരിക്കുന്നവൻ ആരാണോ സമഗ്രം പ്രവലീയതേ സമഗ്രം പ്രവലീയതേ അദ്ദേഹത്തിന്റെ സർവകർമ്മങ്ങളും സർവതും തന്നെ അലിഞ്ഞ് ഇല്ലാതെയാകുന്നു. അതായത് കർമ്മം ഒരു പ്രത്യേക വിഷനോടുകൂടി ചെയ്താൽ അതുപോലും കർമ്മമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ട് അദ്ദേഹം കർമാതീതനാകുന്നു എന്നർത്ഥം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനഃ ബ്രഹ്മത്തിന് പ്രപഞ്ച ചൈതന്യത്തിന്റെ അവസാനമായ എനർജി കണ്ടന്റ് ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിൽ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ സെൽഫ് അവയർനെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും സെൽഫ് ഡയറക്ഷനും സെൽഫ് എനർജിയുമുള്ള സ്വബോധമുള്ള പ്രജ്ഞാനം ഏതാണോ പ്രപഞ്ചത്തിലുള്ളത് അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിന് അർപ്പിക്കുന്നതായിട്ട് ആ ബ്രഹ്മത്തിന് അർപ്പിക്കുന്ന ഹവിസ്സായിട്ട് ആ ബ്രഹ്മം അഗ്നിരൂപത്തിലായിട്ട് ആ ബ്രഹ്മത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഹോതാക്കളായിട്ട് അതിൽ ഏത് കർമ്മവും ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന ബോധത്തോടുകൂടി ബ്രഹ്മകർമ്മ സമാധിന സർവ്വതും ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ സർവകർമ്മത്തിൽ നിന്നും മോചിതനായവൻ. അതായത് അവനെ കർമ്മം ഒരിക്കലും ബന്ധിക്കുന്നില്ല, അവൻ കർമാതീതനാണ്. എപ്പോൾ? കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർമാതീതനാണ്. കാരണം അവൻ കർമ്മം ചെയ്യുന്നത് യജ്ഞമായിട്ടാണ്, കർമ്മത്തിന് അതീതമായിട്ടാണ്. ദൈവമേവാ പരേ യജ്ഞം
യോഗിന പര്യുപാസത്തെ, ചില യോഗികള് ഉപാസനയുടെ മാർഗമായിട്ട്, ഉപാസനയുടെ മാർഗമായിട്ട് ദൈവമേവാപരേ യജ്ഞം, ദൈവ രൂപങ്ങൾക്കായിട്ട്, ദൈവീക റെപ്രസെന്റേഷനായിട്ട് യജ്ഞം അനുഷ്ഠിക്കാറുണ്ട്. ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി, യജ്ഞം ചെയ്യുവാൻ വേണ്ടി മാത്രം ബ്രഹ്മകർമ്മത്തിനായിക്കൊണ്ട്, ബ്രഹ്മചൈതന്യത്തിനായിക്കൊണ്ട് അപരേ മറ്റുള്ളവര് യജ്ഞം ചെയ്യുന്നുണ്ട്. യജ്ഞേനൈവോപജുഹ്വതി, യജ്ഞത്തിനു വേണ്ടി മാത്രം യജ്ഞം ചെയ്യുന്നുണ്ട്. കാരണം ആ യജ്ഞത്തോട് പോലും അവർ അറ്റാച്ച്ഡ് അല്ല. പ്രപഞ്ച ചൈതന്യത്തിന്റെ അസ്തിത്വത്തിന് വേണ്ടിയാണ് അവർ യജ്ഞം നടത്തുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് അവർ യജ്ഞാനുഷ്ഠാന കർമ്മങ്ങളിലൂടെ ചരിക്കുന്നത്. ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി, ഇതൊരു ഉജ്ജ്വലമായ വരിയാണ്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇവയെല്ലാം ശ്രോത്രാദീനി ഇന്ദ്രിയാണി, എല്ലാ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും അന്യേ ചിലര് സംയമാഗ്നിഷു ജുഹ്വതി, സെൽഫ് കൺട്രോളില് ദഹിപ്പിച്ചില്ലാതെയാക്കുന്നു. അതായത് 100% പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോളിൽ നിർത്തുന്നു, നിയന്ത്രണത്തിൽ നിർത്തുന്നു. അതേ യോഗികള് ശബ്ദാദീൻ വിഷയാനന്യ, ശബ്ദം, ദൃശ്യം, സ്പർശം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി, ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിലേക്ക് എടുക്കാതെ കണ്ടത് വെറുതെ കണ്ടതായും കേട്ടത് വെറുതെ കേട്ടതായും അതുപോലെ തന്നെ ഘ്രാണം ചെയ്തത് വെറുതെ ഘ്രാണം ചെയ്തതായിട്ടും തന്നെ വർത്തിക്കുന്നു. അതില് ചിന്തിച്ച് ആനന്ദിച്ച് അവർ മനസ്സ് അതിലേക്ക് കൊണ്ടുപോകാറില്ല. ഏതെല്ലാമാണോ കണ്ടത് അത് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് എടുക്കാതെ, ഏതെല്ലാമാണോ കേട്ടത് അത് ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് എടുക്കാതെ, അതേ ഇന്ദ്രിയങ്ങളില് ഈ വിഷയങ്ങളെ വർത്തിച്ച് ദഹിപ്പിച്ച് ഇല്ലാതെയാക്കുന്നു. അതായത് കണ്ടതൊന്നും ഉൾക്കൊള്ളുന്നില്ല, കേട്ടതൊന്നും ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ ഇവയെല്ലാം തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ കാണുകയും കേൾക്കുകയും ഘ്രാണം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ചിലര് അവനവന്റെ ശരീരത്തിൽ തന്നെ യജ്ഞം നടത്തുന്നവരായിട്ടുണ്ട്. സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മ സംയമ യോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. മറ്റു ചിലരാകട്ടെ സർവാണി ഇന്ദ്രിയകർമാണി, എല്ലാ ഇന്ദ്രിയകർമ്മങ്ങളെയും പ്രാണകർമാണി ചാപരെ, പ്രാണനില് ജീവാത്മാവില് അലിയിപ്പിച്ച് അവർ മുമ്പോട്ട് പോകുന്നു. മറ്റു ചിലരാണെങ്കിൽ ആത്മ സംയമ യോഗാഗ്നൗ, ആത്മസംയമനം എന്ന യോഗാഗ്നിയില് മുഴുവനും തന്നെ ജുഹ്വതി ദഹിപ്പിച്ച് കളയുന്നു. ആ ദഹിപ്പിക്കുന്ന സമയത്താണ് ജ്ഞാനദീപിതേ, അറിവിന്റെ പ്രകാശമുണ്ടാകുന്നത്. അതായത് പഞ്ചേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക, വിഷയങ്ങളെ കൺട്രോൾ ചെയ്യുക, ആത്മസംയമനം പാലിക്കുക, ഇതെല്ലാം തന്നെ സാധിച്ചാൽ എല്ലാവിധത്തിലും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങള് കർമാതീതമായ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ള വിവരണം എത്ര ഗഹനമായി, ഗംഭീരമായി, ഫിലോസഫിക്കലായി, പോയറ്റിക്കലായിട്ടാണ് ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നത്. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞാസ്തദാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ. പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. ഒന്ന് ദ്രവ്യയജ്ഞം, രണ്ടാമത്തേത് തപസ് തപോയജ്ഞം, മൂന്നാമത്തേത് യോഗചര്യയിലൂടെ യോഗയജ്ഞം. ഇത് പലരും അനുഷ്ഠിക്കുന്നുണ്ട്. കൂടാതെ സ്വാധ്യായ ജ്ഞാനയജ്ഞം, സ്വയം ഇരുന്ന് പഠിച്ച് അറിവിന്റെ പരമകാഷ്ഠയിലേക്ക് ഒരു യജ്ഞത്തിന്റെ കർമ്മം പോലെ അനുഷ്ഠിക്കുന്നവരുണ്ട്. യതയ സംശിതവ്രതാഹ, ബുദ്ധിമാന്മാര് ഒരു കൺഫ്യൂഷനുമില്ലാതെ സർവസംശയവും തീർന്ന് സംശയാതീതരായിട്ട് സ്വാധ്യായം ചെയ്ത് ജ്ഞാനയജ്ഞം നടത്തുന്നവരും ലോകത്തിലുണ്ട്. അപാനേ ജുഹ്വതി പ്രാണം പ്രാണോ അപാനം തദാപരേ പ്രാണാപാനഗതീരുദ്ധ പ്രാണായാമപരായണാഹ. പ്രാണനെ ചിലർ അപാനനിൽ ദഹിപ്പിക്കുന്നു, മറ്റു ചിലരാകട്ടെ അപാനൻ പ്രാണനിൽ ദഹിപ്പിക്കുന്ന കർമ്മം നടത്തുന്നു. പ്രാണാപാനഗതി, യഥാർത്ഥത്തിൽ പ്രാണാപാനം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്വാസോച്ഛ്വാസമാണെന്ന് തോന്നുന്നു. പ്രാണാപാനഗതീരുദ്ധ പ്രാണായാമപരായണാഹ, ഈ ഗതിയെ നിയന്ത്രിച്ച് പ്രാണായാമം എന്ന
യജ്ഞം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അതും ഒരു യജ്ഞമായിട്ട് അനുഷ്ഠിക്കാവുന്നതാണ്. അപരേ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ആഹാരത്തെ ത്യജിച്ച് ആഹാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് അപരേ മറ്റു ചിലര് പ്രാണാൻ പ്രാണേഷു ജുഹ്വതി, പ്രാണനിൽ തന്നെ പ്രാണനെ ഹോമിക്കുന്നു. സർവേ അപി ഏതേ യജ്ഞവിദോ യജ്ഞ ക്ഷപിതകൽമഷാഹ. ഇവരെല്ലാവരും നടത്തുന്നത് യജ്ഞം തന്നെയാണ്. ആ യജ്ഞത്തിലൂടെ യജ്ഞ ക്ഷപിതകൽമഷാഹ, സർവപാപത്തിൽ നിന്നും അവർ മോക്ഷം നേടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പല വിധത്തിലുള്ള യജ്ഞമുണ്ട്. ആ യജ്ഞങ്ങൾ മുഴുവനും ബ്രഹ്മാർപ്പണമായിട്ട് അനുഷ്ഠിക്കുമ്പോഴാണ് അവർ സമഗ്രമായ പാപത്തിൽ നിന്നും സമഗ്രമായ അജ്ഞാനത്തിൽ നിന്നും മോചിതരാകുന്നത്. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം. ഈ യജ്ഞത്തിന്റെ ഭാഗമായി ലഭിക്കുന്നത് അമൃതതുല്യമായിട്ട് ഭുജോ കഴിക്കുന്നവരാരാണോ അവർ ബ്രഹ്മസനാതനം യാന്തി, സനാതനമായ ബ്രഹ്മചൈതന്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. ന അയം ലോകോ അസ്തി അയജ്ഞസ്യ കുതോ അന്യഃ കുരു സത്തമഃ. ഈ ലോകത്തില് അയം ലോക, ഈ ലോകത്തില് അയജ്ഞന്മാരായിട്ട് യജ്ഞം ചെയ്യാത്തവരായിട്ടിരിക്കുന്ന ലോകഃ അസ്തി, ലോക ജനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ യജ്ഞം ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ മനുഷ്യജന്മം ലഭിച്ച് വളരെ ഭംഗിയായിട്ട് യജ്ഞം നടത്താനുള്ള സർവ്വ അവസരവും ലഭിച്ചിട്ട് ആ യജ്ഞം നടത്താത്തവരായി അവർ വർത്തിക്കുന്നു എങ്കിൽ കുതോ അന്യ, മറ്റൊരു ലോകത്തിൽ അവർ എന്ത് യജ്ഞം നടത്താനാണ്? കുരുസത്തമ, ഹേ അർജുന, ഈ ജന്മത്തില് മനുഷ്യജന്മം ലഭിച്ചത് കൊണ്ട് ആ ജന്മത്തിലാണ് വിവേകപൂർണമായ യജ്ഞം നടത്താൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നത്. വലിയ ഉജ്ജ്വലമായ യജ്ഞം, എത്രയെല്ലാം തരത്തിലുള്ള യജ്ഞമുണ്ട്. അതിലേത് യജ്ഞം വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താലോ. മനുഷ്യജന്മത്തിലേ സാധിക്കുകയുള്ളൂ അത്. ഈ ജന്മത്തിൽ യജ്ഞം നടത്താൻ സാധിക്കാത്ത നിങ്ങൾ മറ്റൊരു ജന്മത്തിൽ യജ്ഞം നടത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുമ്പോൾ എന്തൊരു വിഡ്ഢിത്തരമാണത്. ഈ ജന്മത്തിൽ തന്നെയാണ് നടത്തേണ്ടതായ എല്ലാ യജ്ഞവും കർമ്മവും നടത്തേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നു. ഏവം ബഹുവിധ യജ്ഞ വിതതാ ബ്രഹ്മണോ മുഖേ, ബ്രഹ്മജ്ഞാനികളുടെ മുഖത്ത് നിന്ന് വിതതാഹ അറിയപ്പെടുന്നു. ഏവം ബഹുവിധ യജ്ഞ, പലതരത്തിലുള്ള യജ്ഞത്തെക്കുറിച്ച് ബ്രഹ്മജ്ഞാനികളുടെ മുഖത്ത് നിന്ന് നമുക്കറിയാൻ സാധിക്കും. കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വ, ഈ എല്ലാ യജ്ഞവും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നീ മനസ്സിലാക്കണം. താൻ സർവാൻ ഏവം, എല്ലാ യജ്ഞങ്ങളും വിദ്ധി, നീ അറിഞ്ഞിട്ട് എന്ത് സംഭവിക്കണം? ആ അറിവിന്റെ അടിസ്ഥാനത്തില് വിമോക്ഷ്യസേ, മോചനം നേടണം. അതായത് എല്ലാ കർമ്മങ്ങളും അടിസ്ഥാനമായി അതിന്റെ മുകളിലാണ് യജ്ഞം എന്നുള്ളത് നടക്കുക. ആ യജ്ഞത്തിന് ആധാരമായത് കർമ്മമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ കർമ്മത്തിൽ നിന്ന് മോചിതനാകും. കർമ്മം നിന്നെ ബാധിക്കുകയില്ല, നീ കർമ്മത്തെയും ബാധിക്കില്ല. യഥാർത്ഥത്തിൽ കർമാതീതനായി തീരും എന്നുള്ളതാണ് വ്യക്തമായി വിവരിക്കുന്നത്. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ, ദ്രവ്യത്തോടു കൂടിയ യജ്ഞത്തെക്കാൾ ശ്രേയസ്കരമാണ് ജ്ഞാനയജ്ഞം. ഹേ അർജുന, ജ്ഞാനയജ്ഞമാണ് ദ്രവ്യം കൊണ്ട് നടത്തുന്ന യജ്ഞത്തെക്കാൾ ഉത്തമമായിട്ടുള്ളത്. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യജ്ഞവും എല്ലാ പഠനവും എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നത് എക്സ്പീരിയൻസ് എന്ന ജ്ഞാനയജ്ഞത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ യജ്ഞം എന്ന് പറയുന്നത് സർവം കർമാഖിലം പാർത്ഥ, എല്ലാം കർമ്മത്തിൽ കർമ്മ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്നതെല്ലാം തന്നെ ജ്ഞാനേ പരിസമാപ്യതേ, ജ്ഞാനത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ജ്ഞാനയജ്ഞമാണ് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളത്. എല്ലാം ജ്ഞാനത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ഹേ അർജുന, ജ്ഞാനലബ്ധിയാണ് നിന്റെ ലക്ഷ്യമായി തീരേണ്ടത്. തദ്വിദ്ധി, അത് നീ അറിഞ്ഞാലും, ജ്ഞാനത്തെക്കുറിച്ച് അറിഞ്ഞാലും ഏത് രീതിയിൽ? പ്രണിപാതേന, അറിവുള്ളവരെ നമസ്കരിച്ച്, പരിപ്രശ്നേന, അറിവുള്ളവരോട് ചോദിച്ചിട്ട്, സേവയ, അറിവുള്ളവരെ സേവിച്ച്, ഉപദേക്ഷ്യന്തി, അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച്, തേ ജ്ഞാനം, ആ ജ്ഞാനത്തെ, ജ്ഞാനിനാസ് തത്വദർശിന, തത്വദർശികളായ ജ്ഞാനികളിൽ നിന്ന് നീ സേവിച്ച്, ചോദ്യം ചോദിച്ച്, നമസ്കരിച്ച്, അവരെ പരിചരിച്ച്,
വ്യത്യസ്ത രീതിയിലൂടെ ആ ജ്ഞാനം കരസ്ഥമാക്കിയാലും യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ, ഹേ അർജുന, യദ് ജ്ഞാത്വാ ഏതെന്ന് അറിഞ്ഞിട്ട് ന പുനർമോഹമേവം കൺഫ്യൂഷൻ വീണ്ടും ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് യാസ്യസി നീ എത്തിച്ചേരുന്നു. ഏതൊരു ജ്ഞാനത്തിലൂടെയാണോ കൺഫ്യൂഷനിൽ നിന്ന് നീ മോചനം നേടുന്നത്, ആ ജ്ഞാനം ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യഥോ മയി, സർവചരാചരങ്ങളിലുമുള്ള ചൈതന്യത്തെ അശേഷേണ ഭൂതാൻ, സർവചരാചരങ്ങളിലുമുള്ള ആ ചൈതന്യത്തെ ദ്രക്ഷസി കാണുന്നു, ആത്മന്യഥോ മയി നിന്നിലും എന്നിലും നമുക്കത് കാണാൻ സാധിക്കും. അതായത് സർവചരാചരങ്ങളിലുമുള്ള ചൈതന്യത്തെ നമ്മിൽ തന്നെ കാണാൻ സാധിക്കുന്ന ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. ജ്ഞാനയോഗത്തിന്റെ, അറിവിന്റെ, ജ്ഞാനത്തിന്റെ മഹത്വം ശ്രീകൃഷ്ണൻ അർജുനനോട് വീണ്ടും ഊന്നിപ്പറയുകയാണ്. അപിചേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ, സർവേഭ്യ പാപകൃത്തമ എല്ലാവരെക്കാളും പാപം ചെയ്തവനാണെന്ന് അപിചേതസി, അങ്ങനെയാണെങ്കിൽ പോലും സർവം ജ്ഞാനപ്ലവേനൈവ, അറിവിന്റെ വഞ്ചിയിൽ കയറി സർവം എല്ലാ വിധത്തിലുള്ള വൃജിനം പാപത്തെയും സന്തരിക്ഷ്യസി അതിജീവിക്കാൻ നിനക്ക് സാധിക്കും. ഘോരമായ പാപം ചെയ്താൽ പോലും അറിവ് ജ്ഞാനത്തിലൂടെ അതിൽ നിന്ന് നിനക്ക് മോചിതനാകാൻ സാധിക്കും. യഥൈധാംസി സംസിദ്ധോ അഗ്നിർ ഭസ്മസാൽ കുരുതേ അർജുന, ഏധാംസി എല്ലാവിധത്തിലുള്ള വിറകുകളും അല്ലെങ്കിൽ തീ കത്തുവാൻ ഉപയോഗിക്കുന്ന ഫ്യൂവലുകൾ, സംസിദ്ധോ അഗ്നിർ ഭസ്മസാത് കുരുതേ അഗ്നി കൊണ്ട് ഭസ്മമായി പോകുന്നത് പോലെ, ഹേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ തഥാ, ജ്ഞാനാഗ്നി എന്ന അഗ്നിയില് സർവകർമ്മങ്ങളും ഭസ്മസാൽ കുരുതേ ഭസ്മമായി പോകുന്നു. ജ്ഞാനാഗ്നിയാണ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ഓൾ കർമ്മ എന്ന് നീ മനസ്സിലാക്കണം. ന ഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യത്തെ, പവിത്രം ഇഹ ഇവിടെ പവിത്രമായിട്ട് ന വിദ്യത ഇല്ല. ഏതിനു തുല്യമായിട്ട്? ജ്ഞാനേന സദൃശം, ജ്ഞാനത്തിന് തുല്യമായിട്ട് പവിത്രം എന്ന് പറയത്തക്ക വിധത്തിൽ മറ്റൊന്നുമില്ല. ജ്ഞാനമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ളത്. തത് സ്വയം യോഗസംസിദ്ധി കാലേനാത്മനി വിന്ദതി, ജ്ഞാനത്തിന്റെ മഹത്വം, തത് ആ മഹത്വം സ്വയം തന്നെത്താനെ യോഗസംസിദ്ധി യോഗിയുടെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കാലേനാത്മനി വിന്ദതി, സ്വയം കാലക്രമത്തിൽ തൻ്റെ ആത്മാവിൽ തന്നെ അത് മനസ്സിലാക്കാവുന്ന അവസ്ഥയിലേക്ക് നീ എത്തിച്ചേരും. അതായത് കാലക്രമത്തിൽ ജ്ഞാനത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ലെന്ന് നീ മനസ്സിലാക്കും. ജ്ഞാനമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ളത്. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ, ശ്രദ്ധയോടുകൂടി തത്പരഃ ഏറ്റവും ഉജ്ജ്വലമായ അവസരത്തിൽ സംയതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ഒരു വ്യക്തി ശ്രദ്ധാവാനായി ഇരിക്കുകയാണെങ്കിൽ ലഭതേ ജ്ഞാനം, അദ്ദേഹത്തിന് ജ്ഞാനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി, ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പരമമായ ശാന്തിയെ സാവധാനത്തിൽ, അചിരേണ സാവധാനത്തിൽ, അധിഗച്ഛതി പരമമായ ശാന്തിയിലേക്ക് തന്നെ ആ വ്യക്തി എത്തിച്ചേരും, പരമമായ ശാന്തിയെ പ്രാപിക്കും. അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി, അശ്രദ്ധയായി പ്രവർത്തിക്കുന്നവനും അതുപോലെ തന്നെ അജ്ഞനായി പ്രവർത്തിക്കുന്നവനും സംശയത്തോടുകൂടി പ്രവർത്തിക്കുന്നവനും വിനാശ്യതി നശിക്കുക തന്നെ ചെയ്യുന്നു. നാ അയം ലോകോ അസ്തി നപ്പരോ, ഈ ലോകത്തിലും അദ്ദേഹം സംരക്ഷിക്കപ്പെടില്ല, നപ്പരോ മറ്റൊരു ലോകത്തിലും അദ്ദേഹത്തിന് നാശത്തിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ന സുഖം സംശയാത്മനഃ, സംശയത്തോടുകൂടി കാര്യം ചെയ്യുന്ന വ്യക്തി ഒരിക്കലും സുഖം പ്രാപിക്കുകയില്ല. സുഖം എന്താണെന്ന് അറിയുവാനും അദ്ദേഹത്തിന് സാധ്യമല്ല. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം, അറിവുകൊണ്ട് സകല സംശയത്തെയും സംഛിന്നം ഛിന്ന ഭിന്നമാക്കി മാറ്റിയിട്ട്, അതായത് അറിവുകൊണ്ട് സർവസംശയവും തീർത്ത് യോഗ സന്യസ്ത കർമാണം, യോഗിയെ പോലെ സന്യാസിയെ പോലെ കർമ്മം ചെയ്യുകയാണെങ്കിൽ,
ആത്മബന്ധം ന കർമാണി, കർമ്മം ആത്മബന്ധമില്ലാതെ തന്നെ വർത്തിക്കുന്നു. നിബധ്നന്തി, ഈ കർമ്മമൊന്നും തന്നെ ആത്മാവിനെ ബന്ധിക്കുന്നില്ല എന്ന് നീ മനസ്സിലാക്കിയാലും ഹേ അർജുന, ധനഞ്ജയ, തസ്മാത് അജ്ഞാനസംഭൂതം ഹൃത്സ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വ ഏനം സംശയം. ഹൃത്സ്ഥം, ഹൃദയത്തിലുള്ള സംശയം, ചിത്വ ഏനം, പൂർണ്ണമായും വെട്ടി ഇല്ലാതെയാക്കിയിട്ട്, മുറിച്ചു കളഞ്ഞ്. ഏതുകൊണ്ട്? ജ്ഞാനാസിനാത്മനഃ, ആത്മാവിലുള്ളതായ അറിവ് എന്ന ആസിന വാളുകൊണ്ട്. തസ്മാത് അജ്ഞാനസംഭൂതം, എങ്ങനെയാ സംശയമുണ്ടായത്? അജ്ഞാനത്താൽ സംഭൂതമായിരിക്കുന്ന സംശയത്തെ, ഹൃദയത്തിലുള്ള സംശയത്തെ അറിവിന്റെ വാളുകൊണ്ട് മുറിച്ചു കളഞ്ഞിട്ട് യോഗമാതിഷ്ഠോത്തിഷ്ഠ ഭാരത, യോഗിയായിട്ട്, യോഗിയെ പോലെ തന്നെ ഉത്തിഷ്ഠോത്തിഷ്ഠ, എഴുന്നേറ്റാലും എഴുന്നേറ്റ് നിന്നാലും ഹേ അർജുന എന്ന് ശ്രീകൃഷ്ണൻ വിവരിച്ചു. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മ സന്യാസയോഗോ നാമ ചതുർത്ഥോധ്യായ. ഇപ്രകാരം ശ്രീകൃഷ്ണാർജുന സംവാദത്തില് ശ്രീകൃഷ്ണൻ കർമ്മത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും സാഖ്യയോഗത്തെക്കുറിച്ചും എല്ലാം നിരന്തരമായി വിവരിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ പരിണത ഫലം കർമ്മം ചെയ്യുക എന്ന മാർഗം കർമ്മയോഗികൾ അനുശാസിക്കണം. കർമ്മബന്ധമുണ്ടാകരുത്, കർമ്മഫലത്തെക്കുറിച്ചുള്ള ബന്ധമുണ്ടാകരുത്, കർമ്മത്തിന്റെ റിവാർഡിനെ കുറിച്ചുള്ള ബന്ധം ഒരു പരിധിക്കപ്പുറം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് വസ്തുനിഷ്ഠമായിട്ട് തന്നെ ശ്രീകൃഷ്ണൻ അർജുനനിലൂടെ നമ്മളോട് ഉപദേശിച്ചു.